ഹലോ. ഇന്ന് കോതമംഗലത്തൊരു അപകടം നടന്നു. പെരുമ്പാവൂർ കോതമംഗലം റൂട്ടിലോടുന്ന ഒരു ബസ് അമിത വേഗതയിലെത്തിയിട്ട് ഒരു സ്കൂളിലേക്ക് കുഞ്ഞിനെ കൊണ്ടാക്കാൻ പോവുമായിരുന്നു ഒരു അച്ഛൻ. ആ അച്ഛനും മകളും സഞ്ചരിച്ചിരുന്ന ബുള്ളറ്റിൽ ഈ ബസ് വന്ന് ഇടിക്കുകയെന്ന് പറഞ്ഞാൽ ആ അച്ഛനൊന്നും എനിക്ക് വിളിക്കാൻ പറ്റില്ല, കാരണം അതൊരു പയ്യനാണ്, 10-28 വയസ്സേ ഉള്ളവന്. അതിൻ്റെ കാലേ കൂടെ ബസ്സിൻ്റെ ടയർ കയറി പോവേ കാലറ്റുപോയി. ഓൺ ദ സ്പോട്ടിൽ കാലറ്റുപോയി. കുഞ്ഞ് വളരെ സീരിയസ് ആണ്. ആ പയ്യൻ്റെ തലയ്ക്ക് ഗുരുതരമായ പരിക്ക് പറ്റിയിട്ടുണ്ട്. ഉടൻ തന്നെ ആംബുലൻസ് വിളിച്ചു വരുത്തി ആംബുലൻസിൽ അവരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ഇപ്പോൾ രാവിലെയാണ് 9:30 നടന്ന സംഭവമാണ്. ബസ് നിറയെ യാത്രക്കാരുണ്ടായിരുന്നു. ബസ് അമിത വേഗതയിൽ തന്നെയാണ് വന്നത്. ആരെ കുറ്റം പറയണമെന്ന് നമുക്കറിയില്ല, കാരണം ആ കുഞ്ഞിനും അച്ഛനും ആ വീട്ടുകാർക്ക് പോയി. ഡ്രൈവറും കണ്ടക്ടറും ബസ്സിലെ ജോലിക്കാരും ഇറങ്ങി ഓടി രക്ഷപ്പെട്ടു. എനിക്ക് പറയാനുള്ളത്, മഴക്കാലമാണ്, ബ്രേക്ക് പിടിച്ചാൽ കിട്ടത്തില്ല, ചവിട്ടിയാൽ കിട്ടത്തില്ല വണ്ടി. അമിത വേഗതയിൽ വരുന്ന ബൈക്കായിക്കോട്ടെ കാറായിക്കോട്ടെ വലിയ ബസ് ലോറി ഇതുവയൊന്നും നമ്മുടെ കയ്യിൽ നിൽക്കുകയില്ല. അപ്പോൾ നമ്മൾ ഈ മഴക്കാലത്ത് സൂക്ഷിച്ച് വണ്ടി ഓടിക്കുക. നമ്മളെ കാത്ത് വീട്ടിൽ ആൾക്കാരിരിപ്പുണ്ട്, നമ്മുടെ വരവും നോക്കിയിരിക്കുന്ന. അപ്പോൾ ഇതൊന്നും ശ്രദ്ധിക്കാതെ വണ്ടി ഓടിക്കുന്ന സ്ത്രീകളടക്കമുള്ളവരുണ്ട്. നമ്മളെപ്പോഴും കുറ്റം പറയുന്ന ആൺകുട്ടികളെയാണ്. ആൺകുട്ടികളുടെ കയ്യിലേക്ക് വണ്ടി കിട്ടിയാൽ പിന്നെ അവർ പറപ്പിക്കുകയാണ്. ഓരോരുത്തർ ഒരുപാട് വാക്കുകൾ പറയുന്നേക്കാം. അതിൻ്റെ അമ്മയ്ക്ക് വായുഗുളിക മേടിക്കാൻ പോകുന്നതാണ്, മറ്റേതാണ് മറിച്ചതാണെന്നൊക്കെ അല്ലേ. അതൊക്കെ വീട്ടിലിരിക്കുന്നവരെയാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയൊന്നും പറയിപ്പിക്കാതിരിക്കുക. പിന്നെ സ്ത്രീകളും ഒട്ടും മോശമല്ല, കാരണം വണ്ടി ഓടിക്കുമ്പോൾ അവർ കയ്യിലേക്ക് വണ്ടി കിട്ടിക്കഴിയുമ്പോൾ അവർ പോകുന്ന പോക്ക് കണ്ട സത്യം പറഞ്ഞാൽ ഞാൻ അന്തിച്ച് നിന്നിട്ടുണ്ട്. 10-22 വർഷമായി ഞാൻ കാറായിക്കോട്ടെ സ്കൂട്ടറും ബൈക്കും ബുള്ളറ്റും ഒക്കെ ഞാൻ ഓടിക്കുന്ന വ്യക്തിയാണ്. ഞാൻ യാത്ര പോകുന്നതാണ്, ഞാൻ വീഡിയോ ഇടാറുണ്ട്. പക്ഷേ ഇന്ന് വരെ അമിത വേഗതയിൽ പോയി എനിക്കൊരു അപകടം പറ്റിയിട്ടില്ല. ഓഫ് റോഡിൽ പോകുമ്പോഴത്തേക്കും കുന്നും മലയും ചെളിഞ്ഞ് കിടക്കുന്ന റോഡിലൊക്കെ പോകുമ്പോൾ വീണിട്ടുണ്ട്. പക്ഷെ എന്നല്ലാതെ എൻ്റെ കയ്യിൽ നിന്ന് ഒരു അപകടം, അത് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. ഞാൻ എപ്പോഴും ദൈവത്തിനെ വിളിച്ചുകൊണ്ടാണ് വണ്ടി ഓടിക്കുന്നത്, പ്രാർത്ഥിച്ചുകൊണ്ടാണ് വണ്ടി ഓടിക്കുന്നത്. ഈ പോകുന്നവരൊന്നും പ്രാർത്ഥിക്കുന്നില്ലെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ചില സ്ത്രീകളുടെ കയ്യിലേക്ക് വണ്ടി കിട്ടിക്കഴിയുമ്പോൾ അവരെന്ത് വിചാരിച്ചാൽ വണ്ടി ഓടിക്കുന്നതെന്നൊന്നും അറിയില്ല. വീട്ടിലെ കാര്യങ്ങളോ പോകുന്ന സ്ഥലത്തെ കാര്യങ്ങളോ പല വിചാരങ്ങളും കൊണ്ട് വണ്ടി ഓടിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. നമുക്ക് അതിനകത്തൊന്നും പറയാനില്ല. ഞാൻ സ്ത്രീയായിട്ട് സ്ത്രീകളെ കുറ്റം പറയുകയല്ല. ഇതാ ഈ വീഡിയോ നോക്കിയേ, ഒരു പെൺകുട്ടിയാണ്. പെൺകുട്ടി അവൾ പോകേണ്ട ലെഫ്റ്റ് സൈഡിലേക്കാണ്. അവൾ പോകുന്ന ലെഫ്റ്റിൽ നിന്ന് അവൾ നേരെ വണ്ടി എടുത്ത് റൈറ്റിലേക്ക് പോകും. എന്തിനാണ് ഈ പോക്ക് പോകുന്നത് നോക്കിയേ, എന്തിനാണ് ഇങ്ങനത്തെ ഒരു പോക്ക് പോകുന്നത്? ഈ കുട്ടി പോയി ആക്സിഡൻ്റ് ആയെന്ന് വെച്ചോട്ടെ, അതൊരു പെൺകുട്ടിയാണ്. എല്ലാ ആൾക്കാരും അവിടെ സപ്പോർട്ടേ പറയുള്ളൂ. പെൺകുട്ടിയാണ്, സ്ത്രീകൾക്കാണ് മുൻഗണന. മനസ്സിലായോ? അപ്പോൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. അഹങ്കാരത്തോടെ ഒരിക്കലും നമ്മൾ വണ്ടി ഓടിക്കരുത്, വണ്ടി കൈകാര്യം ചെയ്യരുത്. ഇതാ ഇന്ന് രാവിലെ ആക്സിഡൻറ്റ് നടന്ന ബസ്സാണ്. അപ്പം എനിക്ക് പറയാനുള്ളത് ഇതാണ്, നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന വണ്ടി കയ്യിൽ ഒതുങ്ങി നിൽക്കുന്ന വേഗതയിൽ, നമ്മൾ ബ്രേക്ക് പിടിച്ചാൽ കിട്ടുന്ന വേഗതയിൽ വേണം നമ്മൾ വണ്ടി ഓടിക്കാൻ. മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ടോ പഴിചാരിട്ടോ ഒരു കാര്യവുമില്ല. നമ്മൾ സൂക്ഷിക്കുക. അതിപ്പോൾ വലിയ വണ്ടിക്കാരും ചെറിയ വണ്ടിക്കാരും എല്ലാം സൂക്ഷിക്കുക. മഴക്കാലമാണ്, എനിക്ക് ഇത്രേ പറയാനുള്ളൂ.